ശത്രുവിന്റെ കൈകളിൽ അവിചാരിതമായി അകപ്പെട്ടുപോയ ഒരു ചാരൻ. ചാരവൃത്തിയുടെ പേരിൽ സ്വന്തം ദേശത്തെ ശത്രു രാജ്യത്തിന് ഒറ്റുകൊടുത്തു എന്ന കാരണത്താൽ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന വ്യക്തി. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ച് കേൾക്കുമ്പോൾ ആരായാലും നടുങ്ങിപ്പോകും. ഉറങ്ങാതിരിക്കാൻ കൺപോളകൾ പോലും മുറിച്ചു മാറ്റപ്പെട്ടു. രഹസ്യഭാഗങ്ങൾ നിരന്തരം മുറിവേൽപ്പിക്കപ്പെട്ടു. കാതുകളിൽ ഇരുമ്പ് ദണ്ട് ചൂടാക്കി കുത്തിയിറക്കി. 2 വർഷത്തോളം കിരാതമായ പീഡനങ്ങൾ, 16 വർഷത്തോളം ജയിൽവാസം, ഒടുവിൽ ശത്രുപാളയത്തിൽ വെച്ച് ദാരുണ ജീവിതത്തിന് പരിസമാപ്തി. ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോഴും മരണത്തിന്റെ അവസാന പിനാഴികയിലും മാതൃരാജ്യം എന്ന വികാരത്തെ പൊന്നുപോലെ കാത്തുസൂക്ഷിച്ച് ഇഹലോകവാസം വെടിഞ്ഞ അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്ര കൗശിക് എന്ന് ആയിരുന്നു. ഇന്ത്യ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബ്ലാക്ക് ടൈഗർ എന്നാണ്. ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ ചാരനായി മാറി. പാകിസ്ഥാന്റെ രഹസ്യ വിവരങ്ങൾ കൈമാറി. ഒടുവിൽ പാകിസ്ഥാൻ പിടികൂടി. പാകിസ്ഥാൻ ജയിലിൽ അനാഥനെ പോലെയും പരിത്യക്തനെ പോലെ മരിച്ചു മണ്ണടിഞ്ഞ രവീന്ദ്ര കൗശികിന്റെ ജീവിതം ഒന്നുപോലെ സംഭ്രമജനകവും അവിശ്വസനീയവുമാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന പേരുകാരനായ നബി അഹമ്മദ് ഷാക്കീർ എന്ന പേരിൽ അറിയപ്പെട്ട രവീന്ദ്ര കൗശികിന്റെ ജീവിത കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. രവീന്ദ്ര കൗശികിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. രഹസ്യാന്വേഷകനാണ്, സ്പൈ, ചാരൻ. നെഗറ്റീവ് ടോണായി നമുക്ക് തോന്നാമെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ആളാണ് സ്പൈ. രാജ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ശത്രു രാജ്യത്തിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ലഭ്യമാക്കുകയും ശത്രുക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയുമാണ് ഇവരുടെ പ്രധാന ജോലി. ഇന്റലിജൻസ് ഏജൻസികളുടെ ഭാഗമായിട്ടാണ് സ്പൈകൾ പ്രവർത്തിക്കുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയെ സംബന്ധിച്ച് അത് റോയാണ്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് CIA. യുദ്ധവും രാഷ്ട്രീയവും തമ്മിൽ ഇടകലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചരിത്രത്തിൽ സ്പൈയുടെ സാന്നിധ്യമുണ്ട്. പുരാതന ഈജിപ്തിലും ചൈനയിലും മാത്രമല്ല, ഇന്ത്യയിലും ചാരന്മാർ പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഏറ്റവും മികച്ച തെളിവാണ് കൗഠില്യന്റെ അർത്ഥശാസ്ത്രത്തിലുള്ള പരാമർശം. ശത്രുക്കളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കാൻ ഏജന്റുമാരെ നിയോഗിക്കുന്നതായി അർത്ഥശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പുരാതന കാലം മുതൽ ആരംഭിച്ച ചാരപ്രവൃത്തി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും തുടർന്നു പോരുന്നുവെന്നതാണ് വാസ്തവം. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും ചാരപ്രവർത്തനം നടന്നിട്ടുണ്ട്. മാതാഹരി പോലെയുള്ള പ്രശസ്ത വനിതാ ചാരകളും ഇക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചാരപ്രവർത്തനങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ചർച്ചാ വിഷയം ആയിരുന്നു. ചാരപ്രവർത്തനം സംബന്ധിച്ച ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ചാരനായിരുന്ന രവീന്ദ്ര കൗശികിന്റെ ജീവിത കഥയിലേക്ക് പ്രവേശിക്കാം. 1952 ഏപ്രിൽ 11 രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലെ ഒരു പഞ്ചാബി കുടുംബത്തിലായിരുന്നു രവീന്ദ്ര കൗശികിന്റെ ജനനം. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ ദേശസ്നേഹം ആ വീട്ടുകാരെ ആരും പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നില്ല. ദേശസ്നേഹത്തെക്കുറിച്ചുള്ള വാഴ്ത്തുകളും ധീരദേശാഭിമാനികളുടെ ജീവത്യാഗത്തിന്റെ കഥകളും കേട്ടു വളർന്നായിരുന്നു കൗശികിന്റെ കുട്ടിക്കാലം. കൗശികിന് 13 വയസ്സുള്ളപ്പോഴായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലായിരുന്നു താമസം എന്നതിനാലും അച്ഛൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആയിരുന്നതിനാലും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും ആ 15-കാരന്റെ തലച്ചോറിൽ അടയാളങ്ങൾ പതിപ്പിച്ചിരുന്നു. രണ്ടാമതും ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോഴേക്കും കൗശിക് കൗമാരകാലം പിന്നിട്ടിരുന്നു. എങ്കിലും തന്റെ കൗമാര യൗവന കാലങ്ങളിൽ നടന്ന ഈ 2 യുദ്ധങ്ങളും അവന്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഇടയാക്കിയവയായിരുന്നു. രാജ്യസ്നേഹത്തിലേക്ക് വളരാൻ അവനെ ഇത് രണ്ടും പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ദേശസ്നേഹം പോലെ തന്നെ രവീന്ദറിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയായിരുന്നു കലാപ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് അഭിനയം. കോളേജിലെ നാടക സംഘത്തിലെ മികച്ച നടനായിരുന്നു അദ്ദേഹം. ബോളിവുഡിലെ വിനോദ് ഖന്നയോടായിരുന്നു അദ്ദേഹത്തെ കൂട്ടുകാരും സഹപാഠികളും വിശേഷിപ്പിച്ചിരുന്നത്. ശ്രമിച്ചാൽ ഒരു ബോളിവുഡ് നടനായി മാറാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും അവർ രവീന്ദറിൽ കണ്ടിരുന്നു. ലക്നൌവിൽ നടന്ന ദേശീയ നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൗശികിന്റെ ജീവിതത്തിലെ നിർണായക സംഭവം കൂടിയായിരുന്നു. നാടകം കളിച്ച് ഇങ്ങനെ നടന്നിരുന്ന ദേശസ്നേഹിയായ രവീന്ദർ ഒരിക്കലും കരുതിയിരുന്നില്ല താൻ കളിച്ച നാടകം തന്നെ തന്റെ ജീവിതഗതി തിരുത്തി എഴുതുമെന്ന്. പക്ഷെ സംഭവിച്ചത് അങ്ങനെയായിരുന്നു. ദേശസ്നേഹികളായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവും.
ദേശീയതല നാടക മീറ്റിംഗിൽ അന്നൊരു നാൾ നാടകം അവതരിപ്പിച്ചപ്പോൾ അതിലെ കാണികളിൽ ചിലർ റോയിലെ അംഗങ്ങളായിരുന്നു. അതെ, ഇന്ത്യയുടെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയായ റിസർച്ച് ആൻഡ് അനലിസ്റ്റിക് വിങ് തന്നെ. ഇന്ത്യയുടെ ദേശീയവും വിദേശീയവുമായ നയതന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കാണ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയ്ക്ക് ഉള്ളത്. 1968 റോ സ്ഥാപിതമായത്. ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതും സംസ്കരിക്കുന്നതും വിലയിരുത്തുന്നതും റോയാണ്. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളുടെ പുരോഗതിക്ക് റോ അതീവ നിർണായകമാണ്. ചരിത്രപരമായി റോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പരിമിതമാണ്. എങ്കിലും 1971 ഇന്തോ പാകിസ്ഥാൻ സംഘർഷം, 1975 സിക്കിം പിടിച്ചെടുക്കാൻ സഹായിച്ചത്, 1980 പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം എന്നിവയെല്ലാം റോയുടെ ശ്രമഫലമായിട്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇപ്രകാരമുള്ള റോയിലെ ഉദ്യോഗസ്ഥരാണ് അന്ന് രവീന്ദറിന്റെ നാടകം കാണാൻ എത്തിയിരുന്നത്. അന്ന് രവീന്ദർ അവതരിപ്പിച്ച കഥാപാത്രം വ്യത്യസ്തമായിരുന്നു. ഇന്ത്യൻ പട്ടാളക്കാരന്റെ വേഷമായിരുന്നു അത്. ചൈനീസ് പട്ടാളക്കാർ പിടികൂടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടും തന്റെ രാജ്യത്തെ അപകടത്തിലാക്കുന്ന യാതൊരു വിവരങ്ങളും കൈമാറാൻ തയ്യാറാകാത്ത വീരനായ കഥാപാത്രം. പ്രേക്ഷകരെ അത്യന്തം ത്രസിപ്പിക്കുന്ന ദേശീയ വികാരം ഉണർത്തുന്ന രംഗങ്ങളായിരുന്നു അവയെല്ലാം. ആ കഥാപാത്രമായി ജീവിക്കുമ്പോൾ രവീന്ദർ കരുതിയിരുന്നില്ല നാളെ തനിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് എന്ന്. അറം പറ്റുക എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെയാണ് രവീന്ദറിന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത്. അസാമാന്യമായ അഭിനയ മികവ് പുലർത്തിയ ആ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ റോയിലെ ഉദ്യോഗസ്ഥർ നോട്ടമിട്ടു. അവർ ചില നിഗൂഢ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. നാടകം അവസാനിച്ച കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ രവീന്ദറിനെ കാത്ത് ഏതാനും ചില അതിഥികൾ ഉണ്ടായിരുന്നു. അഭിനയത്തെ പ്രശംസിക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് ആദ്യം കരുതിയെങ്കിലും ആ പ്രശംസയ്ക്ക് ഒപ്പം മറ്റൊരു നിയോഗം കൂടി ഏറ്റെടുക്കാൻ സന്നദ്ധനാണോ എന്നായിരുന്നു അവർ രവീന്ദറിനോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ട് അക്ഷരാർത്ഥത്തിൽ രവീന്ദർ നടുങ്ങിപ്പോയിരുന്നു. കാരണം റോയിൽ ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനിലെ ചാരപ്പണിക്ക് സന്നദ്ധനാണോ എന്നായിരുന്നു അവരുടെ ചോദ്യം. പാകിസ്ഥാനിൽ ചാരപ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാലമായിരുന്നു അത്. പക്ഷേ ഏതെങ്കിലും ഒരു നിസാരക്കാരനെ പിടിച്ച് ആ ദൗത്യം കൊടുക്കാനാവില്ലല്ലോ. ദേശസ്നേഹവും ബുദ്ധിയും ധീരതയും കരുത്തുമുള്ള ഒരാളെ മാത്രമേ തങ്ങളുടെ സംഘത്തിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ. റോയിലെ ഉദ്യോഗസ്ഥർക്ക് ബാഹ്യമായ വിലയിരുത്തലിൽ അതിന് യോഗ്യനാണ് രവീന്ദർ എന്ന് മനസ്സിലായി. ഇനി അവർക്കറിയേണ്ടത് അതിനയാൾ എത്രത്തോളം സമ്മതം പറയും എന്നത് മാത്രമായിരുന്നു. ഉദ്യോഗസ്ഥരുമായി തുടർന്നുള്ള സംഭാഷണത്തിൽ നിന്നും വിശദീകരണത്തിൽ നിന്നും പാകിസ്ഥാനിലെ ചാരപ്പണി ഏറ്റെടുക്കാമെന്ന് രവീന്ദർ തീരുമാനിച്ചു. തന്റെ രാജ്യസ്നേഹം മാത്രമാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരു ചാരന്റെ ജീവിതം അത്യന്തം അപകടം നിറഞ്ഞതാണെന്ന് റോയിലെ ഉദ്യോഗസ്ഥർ കൗശികിനെ ബോധ്യപ്പെടുത്തി. ചാരനാവുക എന്നാൽ നിസാരമായ പ്രവൃത്തിയല്ല. ഒരാൾ തന്റെ ഇതുവരെയുള്ള വ്യക്തിത്വവും അസ്തിത്വവും വെടിഞ്ഞ് മറ്റൊരാളായി തീരുകയാണ് ചാരപ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. പേരും നാടും വീടും മതവും വിശ്വാസവും എല്ലാം അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. സ്വന്തം രാജ്യത്തിന്റെ മുന്നിൽ ചിലപ്പോൾ അയാൾ വീരൻ ആയിരിക്കാം, എന്നാൽ ശത്രു സൈന്യത്തിന്റെ മുന്നിൽ അയാൾ ചതിയനാണ്, നികൃഷ്ടനാണ്. ഒരു ജീവിതം കൊണ്ട് ഇരട്ട ജീവിതം നയിക്കേണ്ടി വരുന്നവരാണ് ചാരന്മാർ. ജെയിംസ് ബോണ്ട് സിനിമകളിൽ കാണുന്നത് പോലെ അത്രയ്ക്കൊന്നും കളർഫുൾ അല്ല അവരുടെ ജീവിതങ്ങൾ. അല്ലെങ്കിൽ എല്ലാ വീരസ്യങ്ങളും ശത്രുവിന്റെ കയ്യിൽപ്പെടുന്നത് വരെ മാത്രമാണ്. തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞതും അപകടകരവുമായ ജോലിയാണ് ചാരന്റേത്. സ്വന്തമായി തൂക്കുകയർ പണിയുന്നത് പോലത്തെ ഒരു ജോലി. എന്നിട്ടും ദേശസ്നേഹത്തെ പ്രതി പലരും അത്തരമൊരു സാഹസത്തിന് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഒരാളായി മാറുകയായിരുന്നു രവീന്ദ്ര കൗശിക്കും. ഭയലേശമന്യേ ആണ് കൗശിക് പുതിയ ദൗത്യം ഏറ്റെടുത്തത്. റോ ഉദ്യോഗസ്ഥർക്ക് കൗശിക് നൽകിയ കൈകൊടുക്കലിൽ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ ചാരനാകാൻ വേണ്ടിയുള്ള കഠിന പരിശീലനമായിരുന്നു തുടർന്ന് നടന്നത്. ദില്ലിയിലേക്കാണ് റോ രവീന്ദറിനെ അയച്ചത്. അവിടെ 2 വർഷത്തെ കഠിന പരിശീലനം. അതിനിടയിൽ രവീന്ദറിന് സ്വന്തം പേര് പോലും ഇല്ലാതായി. നബി അഹമ്മദ് ഷാക്കീർ എന്ന പേരിലാണ് അവിടെ മുതൽ അദ്ദേഹം അറിയപ്പെടാൻ ആരംഭിച്ചത്. ഇസ്ലാം ആചാര രീതികളും ഉറുദു ഭാഷയും പഠിച്ചു. നിസ്കരിക്കാൻ പഠിക്കുക മാത്രമല്ല, ഖുർആൻ വാക്യങ്ങളും ഹൃദ്യസ്ഥമാക്കി. എല്ലാവിധത്തിലുമുള്ള സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി ചേലാകർമ്മത്തിനും സന്നദ്ധനായി. പാകിസ്ഥാനിലും പഞ്ചാബി സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നത് കൗശിക്കിനേറെ ഗുണകരമായി മാറി. പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും സംസ്കാരവും അദ്ദേഹം ഏറ്റവും നന്നായി പഠിച്ചു. പതുക്കെ പതുക്കെ എല്ലാ അർത്ഥത്തിലും ഒരു പാക് പൗരനായി ബാഹ്യമായ രീതിയിൽ അദ്ദേഹം
പരിവർത്തനപ്പെടുകയുണ്ടായി. പരിശീലനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തെ അയക്കുകയായിരുന്നുവെന്ന് കരുതരുത്. കോഴ്സ് പൂർത്തിയായാലും പരിശീലന കാലഘട്ടം ഉണ്ടല്ലോ. അതനുസരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച് ചാരപ്രവർത്തനം നടത്താൻ അദ്ദേഹം കഴിവുള്ളവനാണോ എന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അതനുസരിച്ച് അബുദാബി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം ആദ്യം അയക്കപ്പെട്ടത്. അവിടെ നിന്ന് പല പാകിസ്ഥാൻ പൗരന്മാരുമായും അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു. ഈ ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്തി അദ്ദേഹം പലതവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു. തങ്ങൾ നൽകിയ ടാസ്കുകൾ വിജയകരമായി പൂർത്തിയാക്കിയ രവീന്ദറിൽ റോ ടീം കടുത്ത പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയുണ്ടായി. ഇനി അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വൈകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് ഒരു നാൾ പാകിസ്ഥാനിലേക്ക് രവീന്ദർ യാത്രയായി. തന്റെ ദൗത്യം നിർവഹിക്കാനായി 1975 ആയിരുന്നു പാക് ചാരനായി അദ്ദേഹം എത്തിയത്. അവിടെ ഒരു സാധാ പാകിസ്ഥാൻ പൗരനായി ജീവിച്ച് ചില രഹസ്യ വിവരങ്ങൾ റോയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് തുടക്കത്തിൽ ചെയ്തത്. എന്നാൽ തെല്ലും വൈകാതെ പാകിസ്ഥാൻ സൈന്യത്തിൽ ചേരണമെന്ന ആഗ്രഹം രവീന്ദറിന് ഉദിച്ചു. കാരണം സൈന്യത്തിന്റെ അഭിപ്രായവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ അക്കാലത്ത് പാകിസ്ഥാൻ ഭരണകൂടം പ്രവർത്തിച്ചിരുന്നുള്ളൂ. പാകിസ്ഥാൻ സൈന്യത്തിൽ ചേർന്നാൽ പല രഹസ്യ വിവരങ്ങളും മനസ്സിലാക്കാനാവുമെന്ന് രവീന്ദർ കണക്കുകൂട്ടി. പട്ടാള ഉദ്യോഗസ്ഥന്മാരുമായുള്ള അടുപ്പം തന്റെ ദൗത്യത്തിൽ ഏറെ നിർണായകമായിരിക്കുമെന്നും കൗശിക്കിന് അറിയാമായിരുന്നു. ഈ ആഗ്രഹം റോയെ അറിയിച്ചപ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം പാക് സൈന്യത്തിൽ ഒരു ചാരൻ കയറിക്കൂടിയാൽ അത് വരുത്തിവെക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പുകൾക്കൊന്നും രവീന്ദറെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ റോയ്ക്ക് അതിന് സമ്മതം നൽകേണ്ടി വന്നു. അതനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളെ കുറിച്ചുള്ള പരസ്യങ്ങളിൽ രവീന്ദർ കൂടുതലായി ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങി. ഇതിനിടയിൽ കറാച്ചി ലോ കോളേജിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി ചേരുകയും ചെയ്തിരുന്നു. ഒടുവിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അക്കൗണ്ടന്റ് സെക്ഷനിലേക്ക് അപേക്ഷ അയക്കുകയും അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിലെ അംഗമായി മാറി. മികച്ച യുദ്ധപാഠവും നയതന്ത്രശേഷിയും പ്രകടമാക്കിയ നബി അഹമ്മദ് ഷക്കീറിന് തുടരെ പ്രൊമോഷനുകളും ലഭിച്ചു. അതാകട്ടെ മേജർ പദവി വരെ എത്തുകയും ചെയ്തു. മേജർ പദവി ലഭിച്ചത് പാകിസ്ഥാനിലെ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ഏറെ ഗുണകരമായി ഭവിച്ചു. പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗവുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്താനും ബന്ധം സ്ഥാപിക്കാനും ഇത് വഴിതെളിച്ചു. തന്മൂലം ഇന്ത്യയിലേക്ക് പല വിലപ്പെട്ട വിവരങ്ങളും അദ്ദേഹത്തിന് കൈമാറാൻ കഴിഞ്ഞു. ഇക്കാലത്തിനിടയിൽ രവീന്ദറിന്റെ വിവാഹവും നടന്നു. പാകിസ്ഥാനിയായിരുന്നു വധു, സൈന്യത്തിലെ തയ്യൽക്കാരന്റെ മകൾ. ആ ദമ്പതികൾക്ക് ഒരു മകനും ജനിച്ചു. ആരിബ് എന്നായിരുന്നു മകന് നൽകിയ പേര്. ഭാര്യയ്ക്ക് പോലും രവീന്ദറിന്റെ ഇന്ത്യൻ പൗരത്വമോ വേരുകളോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും രഹസ്യാത്മകത ആ ജീവിതത്തിന് ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ സകുടുംബം ജീവിക്കുമ്പോഴും അദ്ദേഹം ഇന്ത്യയിലേക്ക് നിരന്തരം കത്തുകൾ എഴുതുന്നുണ്ടായിരുന്നു. കത്തുകളെ മാത്രം ആശ്രയിച്ചുള്ള വാർത്താവിനിമയ സമ്പ്രദായങ്ങളായിരുന്നല്ലോ അന്ന് കൂടുതലായും ഉണ്ടായിരുന്നത്. എന്നാൽ നേരിട്ട് ഇന്ത്യയിലേക്കായിരുന്നില്ല രവീന്ദർ കത്തുകൾ എഴുതിയിരുന്നത്. മറിച്ച് ആദ്യം ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിലേക്കായിരിക്കും കത്തയക്കുക. അവിടെയുള്ള റോ ഉദ്യോഗസ്ഥർ വഴി ആ കത്ത് ഇന്ത്യയിലേക്ക് അയക്കും. ആഴ്ചകളും മാസങ്ങളും എടുത്ത വാർത്താവിനിമയ പദ്ധതികൾ. പാകിസ്ഥാനെ സംബന്ധിച്ച് പല നിർണായകമായ വിവരങ്ങളും ആ കത്തുകളിൽ ഉണ്ടായിരുന്നു. പാക് സൈന്യത്തിന്റെ തന്ത്രങ്ങൾ മുൻകൂട്ടി അറിയാൻ അതുവഴിയായി ഇന്ത്യക്ക് സാധിച്ചു. അതിലൂടെ പാക് സൈന്യത്തിന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനും. 1979 മുതൽ 1983 വരെയായിരുന്നു പാക് സൈന്യത്തിൽ രവീന്ദർ പ്രവർത്തിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. റോയിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥനായി അപ്പോഴേക്കും രവീന്ദർ മാറിക്കഴിഞ്ഞിരുന്നു. ഇക്കാലയളവിൽ വളരെ നിർണായകമായ സേവനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പാകിസ്ഥാന്റെ പല നീക്കങ്ങളും നിർവീര്യമാക്കാൻ അതുവഴി സാധിക്കുകയും ചെയ്തു. രാജസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാക് സൈന്യം നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ സാധിച്ചത് അതിലൊന്നു മാത്രമായിരുന്നു. ശത്രുപാളയത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് മാതൃരാജ്യത്തിന് വേണ്ടി അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിത്തരാൻ അദ്ദേഹത്തിന് അസാമാന്യമായ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. ആ വൈദഗ്ധ്യത്തിന് കിട്ടിയ വിശേഷണമായിരുന്നു ബ്ലാക്ക് ടൈഗർ എന്നുള്ളത്. ഇന്ദിരാഗാന്ധിയാണ് ഈ വിശേഷണം അദ്ദേഹത്തിന് നൽകിയത് എന്നും അതല്ല അന്നത്തെ ആഭ്യന്തരമന്ത്രി ചവാനാണ് ഇത് നൽകിയത് എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. വിശേഷിപ്പിച്ചത് ആരായാലും അങ്ങനെയൊരു വിശേഷണത്തിലാണ് രവീന്ദർ അറിയപ്പെട്ടത്. അത് അദ്ദേഹത്തിന് ലഭിച്ച മികച്ച ഒരു വിശേഷണവും ആയിരുന്നു. പ്രശംസയും വിശേഷണങ്ങളും ഏറെയുണ്ട് എങ്കിലും
ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള കളിയിലായിരുന്നു രവീന്ദർ ഏർപ്പെട്ടിരുന്നത്. ഏതു നിമിഷവും ചെറിയൊരു സംശയം പോലും തന്റെ ജീവൻ എടുക്കുന്നവയാണ് എന്ന് രവീന്ദറിന് അറിയാമായിരുന്നു. പാകിസ്ഥാൻ സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്നതിൽ അദ്ദേഹത്തെ ഏറെ സഹായിച്ചത് തന്നിലുള്ള അഭിനയ ചാരുത തന്നെയായിരുന്നു. തികഞ്ഞ പാകിസ്ഥാൻ അനുഭാവിയും ഇസ്ലാം മതവിശ്വാസിയുമാണ് എന്ന് അദ്ദേഹത്തിന് അതിലൂടെ നിഷ്പ്രയാസം തെളിയിക്കാനും സാധിച്ചു. ഒരേ സമയം ഇന്ത്യൻ പൗരനായും അതേസമയം പാകിസ്ഥാൻ പട്ടാളക്കാരനായും അദ്ദേഹം മികവ് പുലർത്തി. പാകിസ്ഥാന് യാതൊരു സംശയം വരാൻ ഇടയാകാത്ത വിധത്തിലായിരുന്നു രവീന്ദറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. എന്നിട്ടും ഏതൊരു ചാരനും സംഭവിക്കുന്ന ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഉണ്ടായി. എന്തായിരുന്നു ആ ദുരന്തം? രവീന്ദറിനെ സഹായിക്കാനും കൂടുതൽ വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ശേഖരിക്കുക എന്ന സതുദ്ദേശത്തോടെയുമാണ് ഇന്ത്യ ഒരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് അയച്ചത്. ഇനായത്ത് മസീഹ എന്നായിരുന്നു അയാളുടെ പേര്. 1983 ഈ സംഭവം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇനായത്ത് പാക് ചാരന്മാരുടെ പിടിയിൽ പെട്ടുപോയി. ഇനായത്തിലൂടെ അവരാ രഹസ്യ വിവരം അറിഞ്ഞു. പാക് ആർമിയിലുള്ള നബി അഹമ്മദ് ഷാക്കീർ ഇന്ത്യക്കാരനാണ്, ചാരനാണ്. ഈ സത്യം പാക് ആർമിയെ വിറളി പിടിപ്പിച്ചു. ഇത്ര സമർത്ഥമായി എങ്ങനെയാണ് അയാൾക്ക് പാകിസ്ഥാനെ ഒറ്റുകൊടുക്കാൻ സാധിച്ചത്? ശത്രുവിനോട് ദയയില്ല, ദാക്ഷിണ്യവുമില്ല. ഉടനടി അവർ രവീന്ദറിനെ പിടികൂടി. ഓടി രക്ഷപ്പെടാനോ മുഖം രക്ഷിക്കാനോ കഴിയാത്ത വിധത്തിൽ തുടർന്ന് കൗശിക്കിനെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളുടെ ദിനരാത്രങ്ങളായിരുന്നു. 2 വർഷത്തോളം സിലിക്കോട്ടിലെ രഹസ്യ താവളത്തിൽ വെച്ചായിരുന്നു പീഡനം. എത്ര കഠിന പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും കൗശിക് ഇന്ത്യയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ താൻ ഏതെല്ലാം വിവരങ്ങളാണ് ചോർത്തി കൊടുത്തത് എന്ന് വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ട് കഠിന പരീക്ഷണങ്ങളിലൂടെ കൗശിക്കിനെ അവർ കൊണ്ടുപോയി. കേട്ടാൽ രക്തം ഉറയുന്ന വിധത്തിലുള്ള കൊടും പീഡനങ്ങൾ. അപ്രകാരം ചെയ്യുന്നതിന് അവരെ സംബന്ധിച്ച് ന്യായീകരണങ്ങളുമുണ്ട്. ഇന്ത്യയെ ആക്രമിക്കാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയിട്ടും അതെല്ലാം പാളിപ്പോയതും തങ്ങളെക്കാൾ മികച്ച തന്ത്രം കൊണ്ട് ഇന്ത്യ തങ്ങൾക്ക് തിരിച്ചടി നൽകിയതും ഉത്തരവാദി കൗശിക്കാണല്ലോ. ഇത്രനാൾ അയാൾക്ക് നൽകിയ ആദരവും ബഹുമാനവും സ്നേഹവും അയാൾ തങ്ങളെ ചതിക്കാനാണല്ലോ പ്രയോജനപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ചാരനോട് യാതൊരു വിധത്തിലുമുള്ള ദാക്ഷിണ്യവും പാടില്ല എന്ന് പാകിസ്ഥാൻ സൈന്യം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. പുരികങ്ങളും കൺപോളകളും മുറിച്ചെടുത്തതും കാതുകളിൽ ഇരുമ്പ് തണ്ട് ചൂടാക്കി കുത്തിയിറക്കിയതും രഹസ്യഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചതുമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നവ മാത്രമാണ്. 1, 2 ദിവസമോ മാസങ്ങളോ വർഷമോ പോലും അല്ല, നീണ്ട 16 വർഷങ്ങളാണ് രവീന്ദറിന് പാകിസ്ഥാന്റെ രഹസ്യ ജയിലുകളിൽ താമസിക്കേണ്ടി വന്നത്. സിലിക്കോട്ട്, കോട്ട് ലാഖ്പത്, മയാൻവാലി എന്നീ ജയിലുകളിലെല്ലാം അദ്ദേഹത്തിന് ഈ വർഷങ്ങളിൽ താമസിക്കേണ്ടി വന്നു. കൗശിക്കിന്റെ ഇന്ത്യയിലെ കുടുംബം അദ്ദേഹത്തിന്റെ മോചനത്തിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അവയൊന്നും വിജയിച്ചില്ല. മകനെ ഓർത്ത് കണ്ണീർ വാർത്ത് ഒടുവിൽ ഹൃദയം പൊട്ടി മരിക്കാനായിരുന്നു പിതാവിന്റെ വിധി. മകൻ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിക്കുകയാണെന്ന് വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നായിരുന്നു മറ്റൊരു കഥ. റോയുടെ അനുവാദത്തോടെ പലതവണ ഇന്ത്യയിൽ എത്തിയെങ്കിലും ഏതോ വിദേശ രാജ്യത്ത് ജോലിയാണെന്ന് മാത്രമേ വീട്ടുകാർക്ക് അറിയാമായിരുന്നുള്ളൂ. പാകിസ്ഥാനിൽ നിന്ന് ഗൾഫിലേക്കും അവിടെ നിന്ന് ന്യൂഡൽഹിയിലേക്കുമായിരുന്നു കൗശിക്കിന്റെ യാത്ര. പാക് ജയിലുകളിലെ നീണ്ട തടവുകാലത്ത് പല പല രോഗങ്ങളും രവീന്ദറിനെ പിടികൂടി. ആസ്മയും ക്ഷയരോഗവും വൻതോതിൽ വർദ്ധിച്ചു. കഠിനമായ പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ടും അദ്ദേഹത്തിന് ആയുസ് ബാക്കിയായിരുന്നു. ഇത്രയുമെല്ലാം സഹിച്ചിട്ടും അദ്ദേഹത്തിന് ജീവൻ മാത്രം നഷ്ടമായില്ല. ആരും സഹായിക്കാനോ തുണയ്ക്കാനോ ഇല്ലാത്ത വിധത്തിൽ പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം മരണത്തെ അദ്ദേഹം സ്വപ്നം കണ്ടു. പക്ഷേ മരണം പോലും അകന്നു നിന്നു. അത്തരമൊരു ദിവസങ്ങളിൽ അദ്ദേഹം വീട്ടിലേക്ക് എഴുതിയ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഞാനൊരു അമേരിക്കക്കാരനായിരുന്നുവെങ്കിൽ 3-ാം ദിവസം ജയിലിൽ നിന്ന് മോചിതൻ ആകുമായിരുന്നു. പക്ഷേ ഞാനൊരു ഇന്ത്യക്കാരനായി പോയി. ഇതാണോ സ്വജീവിതം ത്യജിച്ച ഒരാൾക്ക് ഇന്ത്യ പ്രതിഫലമായി നൽകുന്നത്? കുടുംബാംഗങ്ങൾക്ക് എഴുതിയ കത്തിലൂടെയാണ് പാകിസ്ഥാൻ ജയിലുകളിൽ താൻ അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതകളെ കുറിച്ച് അദ്ദേഹം ലോകത്തെ അറിയിച്ചത്. അതീവ രഹസ്യമായിട്ടാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇന്ത്യയിലേക്ക് കത്തുകൾ അയച്ചതും. പാകിസ്ഥാൻ പൗരനായി അഭിനയിച്ച് ഇന്ത്യക്ക് തങ്ങളുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത രവീന്ദറിനെ 1985 പാകിസ്ഥാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീടത് ജീവപര്യന്തമായി ഇളവ് ചെയ്തു. മരിച്ചു പോകുന്നതിനേക്കാൾ നരകിച്ച് ജീവിക്കുന്നതായിരിക്കും അയാൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ഉചിതമായ ശിക്ഷയെന്ന് പാകിസ്ഥാന് തോന്നിയിരിക്കണം.
ഒടുവിൽ 2001 സെപ്റ്റംബർ 21 മുൾട്ടാണിലെ പാക് ജയിലായ ന്യൂ സെൻട്രൽ ജയിലിൽ കഴിയവേ ഭൂമിയിലെ എല്ലാ പീഡനങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് രവീന്ദർ കൗശിക് കാല യവനികയ്ക്കുള്ളിൽ മറയുകയായിരുന്നു. 8 വർഷം മാത്രമേ ചാരനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. എന്നാൽ അതിൻ്റെ ഇരട്ടിയിലേറെ വർഷം പാകിസ്ഥാനിലെ ജയിലിൽ കഴിയേണ്ടതായി വരികയും ചെയ്തു. യൗവനവും സ്വപ്നങ്ങളും അദ്ദേഹത്തിന് ബലി കൊടുക്കേണ്ടതായും വന്നു. സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ചാരനായി ഒടുവിൽ ശത്രുപാളയത്തിൽ വെച്ച് മരണമടഞ്ഞ രവീന്ദർ കൗശിക്കിന് വേണ്ടി ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്ന ആരോപണം അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിയിരുന്നു. അതുപോലെ അർഹിക്കുന്നത് പോലെയുള്ള ആദരം നൽകിയില്ല എന്നും, എന്തിന് ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പോലും ഇന്ത്യ തയ്യാറായില്ല. യാതൊരു ഔദ്യോഗിക ബഹുമതികളും രാജ്യം മരണാന്തരം പോലും നൽകിയിട്ടുമില്ല. രവീന്ദറിനെയും കുടുംബത്തെയും സംബന്ധിച്ച് ഇന്ത്യയെ കുറ്റപ്പെടുത്താനുള്ള അവകാശവുമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാനോ സഹായിക്കാനോ കഴിയാതെ പോയതിന് പിന്നിൽ ഇന്ത്യയുടേതായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. കൗശിക്കിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായതുമില്ല. കൗശിക്കിന് വേണ്ടി രംഗത്തിറങ്ങിയാൽ അത് ചാരവൃത്തി പരസ്യമായി അംഗീകരിക്കുകയാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയൊരു സമ്മതം നടത്താൻ ഇന്ത്യ തയ്യാറല്ലായിരുന്നു. അതെന്തായാലും രവീന്ദർ കൗശിക്കിന്റെ കുടുംബത്തിന് പ്രതിമാസം 500 രൂപ വീതം പെൻഷൻ നൽകുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 2006 അദ്ദേഹത്തിന്റെ അമ്മ അമലാദേവി മരിച്ച വേളയിൽ ആ പ്രതിമാസ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. രവീന്ദർ കൗശിക്കിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ മുൻ ജോയിന്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധർ മിഷൻ ടു പാകിസ്ഥാൻ ആൻഡ് ഇന്റലിജൻസ് ഏജന്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു കഥയായിട്ടാണ് അദ്ദേഹം അതിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് എങ്കിലും അത് രവീന്ദർ കൗശിക്കിന്റെ ജീവിതം തന്നെയായിരുന്നു. എന്നാൽ അതിൽ പേര് വെളിപ്പെടുത്തുക ഉണ്ടായില്ല എന്ന് മാത്രം. എന്നാൽ ഏക് ദ ടൈഗർ എന്ന ഹിന്ദി ചിത്രം കൗശിക്കിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് പുറത്ത് ഇറങ്ങിയത് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സൽമാൻ ഖാൻ ആയിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ സംവിധായകൻ ആ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. നീണ്ട 26 വർഷമാണ് ജന്മനാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അകന്ന് രവീന്ദർ കൗശിക്കിന് ജീവിക്കേണ്ടി വന്നത്. പാകിസ്ഥാനിൽ ജയിലിൽ വെച്ച് മരിക്കുമ്പോൾ രവീന്ദർ കൗശിക്കിന് 47 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ചാരപ്രവർത്തനം എല്ലാ രാജ്യങ്ങളും നടത്താറുണ്ട്. എന്നാൽ ഒരു രാജ്യവും തങ്ങൾ ചാരപ്രവർത്തനം നടത്താറുണ്ട് എന്ന് പരസ്യമായി അംഗീകരിക്കാറില്ല. തങ്ങളുടെ ചാരൻ പിടിയിലായാൽ അയാളെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുകയുമില്ല. ചാരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ തിരസ്കരണം ഇതാണ്. അവരെ പ്രശംസിക്കാനും അവരിൽ നിന്ന് അനുകൂലമായ വിവരങ്ങൾ ശേഖരിക്കാനും കാണിക്കുന്ന ഉത്സാഹത്തിന്റെ തീരെ ചെറിയൊരു അംശം പോലും അവരെ രക്ഷപ്പെടുത്താനോ അവർക്ക് സഹായപ്രദമായ രീതിയിൽ എന്തെങ്കിലും സമീപനം സ്വീകരിക്കാനോ ഒരു രാജ്യവും തയ്യാറാകുന്നുമില്ല. വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനെ കുറിച്ച് രവീന്ദർ കൗശിക് നൽകിയ വിവരങ്ങൾ ഇനിയും ഇന്ത്യ പരസ്യപ്പെടുത്തിയിട്ടില്ല. എത്രയോ ഗൗരവതരമായ രഹസ്യമാണ് രവീന്ദർ ചോർത്തിയതെന്നും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വിലപിടിച്ച വിവരങ്ങളാണ് കൗശിക് നൽകിയിട്ടുള്ളത് എന്നും ഇതിൽ നിന്ന് അനുമാനിക്കാവുന്നതേയുള്ളൂ. അതെന്തായാലും ഇന്ത്യയുടെ ചാരചരിത്രത്തിൽ തെളിമയോടെ നിൽക്കുന്ന പേരാണ് രവീന്ദ്ര കൗശിക്കിൻ്റേത്. കണ്ണീരും മടവില്ലും ചാലിച്ച് സ്വന്തം ജീവൻ തന്നെ ബലിയായി നൽകിയ ജീവിതകഥയാണ് അദ്ദേഹത്തിൻ്റേത്.